ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വാഗമണ്ണിലുള്ള അതിമനോഹരമായ ഒരു പ്രൈവറ്റ് ഹോം സ്റ്റേ ആണ്. വാഗമണ്ണിലേക്ക് ഗ്രൂപ്പായിട്ട് ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ ഫാമിലി ഗ്രൂപ്പുകൾക്ക് പറ്റുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഇതാണ് ഞാൻ പറഞ്ഞ ഹോം സ്റ്റേ. വാഗമൺ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ മാറിയാണ് ഈ ഒരു പ്രൈവറ്റ് ഹോം സ്റ്റേ വരുന്നത്. ഇതിനുള്ളിൽ 3 റൂം, ഹാള്, കിച്ചൺ എന്നിവയാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ബാച്ചിലേഴ്സായിട്ടും അതുപോലെ തന്നെ ഫാമിലി ഗ്രൂപ്പുകൾക്ക് ഏകദേശം ഒരു 10 മുതൽ 15 പേര് വരുന്ന ഗ്രൂപ്പുകൾക്ക് പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണിത്. ഇതിൽ 3 ബെഡ്റൂമിലും അതുപോലെ എക്സ്ട്രാ ബെഡെല്ലാം കൂടി ഒരു 15 പേരെ വരെ നമുക്കിതിൽ നല്ല രീതിയിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. മാത്രമല്ല ഇതൊരു പുതിയ ഹോം സ്റ്റേ ആണ്. ഇതിപ്പോൾ ഉദ്ഘാടനം ചെയ്തിട്ട് അധികം ആകുന്നില്ല. അതുകൊണ്ട് തന്നെ ഫാമിലി ഗസ്റ്റുകൾക്ക് ഏറ്റവും നല്ലതാണ്. ബാച്ചിലേഴ്സിന് നല്ലതല്ല എന്നല്ല, കാരണം ഫാമിലി വരുമ്പോൾ കുറച്ചും കൂടി ആളുകൾ നീറ്റ്നെസ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു സെക്യൂർ കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വന്നവർക്ക് ഇതൊരു അടിപൊളി ഒരു ഓപ്ഷനാണ്. നിങ്ങൾക്കിപ്പോൾ 15 പേര് വരെ വരുവാണെങ്കിൽ കുഴപ്പമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് സെൽഫ് കുക്ക് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അതിലുള്ള കിച്ചൺ ഫെസിലിറ്റി കാര്യങ്ങളെല്ലാം ഇതിൽ വരുന്നുണ്ട്. ക്യാമ്പ് ഫയർ പോലുള്ള ആക്ടിവിറ്റികൾ, ജീപ്പ് സഫാരി പോലുള്ള ആക്ടിവിറ്റികളൊക്കെ വേണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അത് മൊത്തത്തിൽ ഇതൊരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ്. അതുപോലെ തന്നെ ഇത് ഇരിക്കുന്ന സ്ഥലത്തേക്ക് ക്ലൈമറ്റും വളരെ മനോഹരമായിട്ടുള്ള ക്ലൈമറ്റാണ്. കോട ഇറങ്ങുന്ന സമയത്തൊക്കെ നല്ല അടിപൊളി കോടയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഇത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ വാഗമണിലേക്ക് വലിയ ഹൈഫൈ കോട്ടേജ് നോക്കാതെ ഒരു ബഡ്ജറ്റ് ടൈപ്പ് കോട്ടേജ് നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കോട്ടേജ് നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുന്നതാണ്.